Hi students, welcome to English classes at Radhika Rinesh. A Trip to Infinity എന്നുള്ളത് ഒരു ഡോക്യുമെൻ്ററിയാണ്. 2020 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. അപ്പോൾ അതിൽ പറയുന്നത് യൂണിവേഴ്സിൻ്റെ എൻഡിങ്ങും എക്സ്പാൻഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇത് AEC 3 for സയൻസിലെ ഒരു ചാപ്റ്ററാണ്. ദി എൻഡ് ഓഫ് ദി യൂണിവേഴ്സ് എക്സ്പ്ലോറിംഗ് പോസിബിൾ സെനാരിയോസ്. അങ്ങനെ യൂണിവേഴ്സ് എൻഡ് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ പോസിബിലിറ്റീസ് ആണുള്ളത്, എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവാം എന്നുള്ളതാണ്. എന്തൊക്കെയാണ് കോസ്മോസ് അല്ലേ, നമ്മുടെ യൂണിവേഴ്സ് എൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ദി യൂണിവേഴ്സ് ഹാസ് ബീൻ എക്സ്പാൻഡിങ് സിൻസ് ദ ബിഗ് ബാങ്. ബിഗ് ബാങ് തിയറിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. യൂണിവേഴ്സിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ തുടക്കത്തെ പറ്റിയിട്ട് പല സയൻറ്റിസ്റ്റുകളും പറയുന്നത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിംഗിൾ പോയിന്റിൽ പൊട്ടിത്തെറിച്ചിട്ടാണ് ഈ കാണുന്ന യൂണിവേഴ്സ് ഉണ്ടായത് എന്നുള്ളതാണ്. അതുപോലൊരു കാര്യം അറ്റ് ദി എൻഡും സംഭവിക്കാം. ഇറ്റ്സ് ഫേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫാക്ടേഴ്സ് ലൈക്ക് ഡാർക്ക് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജി. നമുക്കറിയാം ഡാർക്ക് മാറ്റർ, ബ്ലാക്ക് ഹോൾസ് ഒക്കെ ഉണ്ട്. ബ്ലാക്ക് ഹോൾസ് ഹോൾഡ് നെഗറ്റീവ് എനർജി ഓർ ഡാർക്ക് എനർജി. എന്തും അതിലേക്ക് അട്രാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ഗ്രാസ്പ് ചെയ്യാനുള്ളൊരു പവർ ആർക്കുണ്ട്? ദിസ് ഡാർക്ക് മാറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് ഡാർക്ക് ഫാക്ടർ, അതായത് ഈ നെഗറ്റീവ് എനർജി, ഡാർക്ക് എനർജി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ മാർക്ക് ദി എൻഡ് ഓഫ് ദി യൂണിവേഴ്സ്. ബിഗ് ബാങ് ആൻഡ് കോസ്മിക് എക്സ്പാൻഷൻ. നമുക്കറിയാം ഏകദേശം 13.7 ബില്യൺ ഇയേഴ്സിന് മുൻപാണ് ഈ പറയുന്ന ബിഗ് ബാങ് തിയറി നടന്നു എന്ന് പറയപ്പെടുന്നത്. എക്സ്പാൻഷൻ ഹാസ് ബീൻ ഓൺഗോയിങ് സിൻസ് ദ ബിഗ് ബാങ്. അങ്ങനെ ഈ ബിഗ് ബാങ് തിയറിക്ക് ശേഷം ഈ യൂണിവേഴ്സ് ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കുകയാണ്. ഹബിൾസ് ലോ പ്രകാരം ഗാലക്സീസ് ആർ മൂവിങ് എവേ ഇൻഡിക്കേറ്റിംഗ് എക്സ്പാൻഷൻ. ഗാലക്സികളെല്ലാം പരസ്പരം അകന്നകന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതിങ്ങനെ യൂണിവേഴ്സിൻ്റെ വലുപ്പം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ക്രിട്ടിക്കൽ ഡെൻസിറ്റി ആൻഡ് ദി യൂണിവേഴ്സസ് ഫേറ്റ് അല്ലേ. അപ്പോൾ ഡെൻസിറ്റി കൂടുമ്പോൾ നമുക്കറിയാം ഗ്രാവിറ്റി കൂടും. അപ്പോൾ ഈ ഗാലക്സികൾ അകന്നു പോകില്ല. അവിടെ ഒരു ഹോൾഡിംഗ് പവർ ഉണ്ട്, ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ട്. ക്രിട്ടിക്കൽ ഡെൻസിറ്റി ഡിറ്റർമൈൻസ് ഇഫ് എക്സ്പാൻഷൻ ഹാൾസ് ഓർ കണ്ടിന്യൂസ്. അപ്പോൾ ഈ ഡെൻസിറ്റിയാണ് എക്സ്പാൻഷൻ ഉണ്ടാവോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത്. ഡെൻസിറ്റി കുറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? യൂണിവേഴ്സ് കൊലാപ്സസ് അല്ലേ. ഇങ്ങനെ അകന്നകന്ന് പോയിട്ട് ബിഗ് ക്രഞ്ച്, എൻഡ് ഓഫ് ദി യൂണിവേഴ്സ് വിൽ ഹാപ്പൻ. അത് കുറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് എക്സ്പാൻസ് ഫോർ എവർ. യൂണിവേഴ്സ് ഇങ്ങനെ അവസാനം വരെ ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കും. എന്താണ് ഈ ബിഗ് ക്രഞ്ച് സെനാരിയോ അല്ലെങ്കിൽ ബിഗ് ക്രഞ്ച് എന്ന് പറഞ്ഞു വെച്ചാൽ ദി എൻഡ് ഓഫ് ദി യൂണിവേഴ്സ്. ഇഫ് ഡെൻസിറ്റി ഈസ് ഹൈ, ഗ്രാവിറ്റി സ്റ്റോപ്സ് എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും? യൂണിവേഴ്സ് കൊലാപ്സസ് ബാക്ക് ഇൻ ടു എ സിംഗുലാരിറ്റി. കുഡ് ലീഡ് ടു അനദർ ബിഗ് ബാങ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അതായത് ഗ്രാവിറ്റി കുറയുകയാണ്, അവരിങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പോയിന്റിൽ അനദർ ബിഗ് ബാങ് വിൽ ഹാപ്പൻ അല്ലേ. അപ്പോൾ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. അത് എൻഡ് ഓഫ് ദി യൂണിവേഴ്സ് ആയിരിക്കും. പിന്നെ ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹീറ്റ് ഡെത്ത്, ദ ബിഗ് ഫ്രീസ് സെനാറിയോ. എങ്ങനെയായിരിക്കാം യൂണിവേഴ്സ് എൻഡ് ചെയ്യുന്നത്? യൂണിവേഴ്സ് എക്സ്പാൻസ് ഇൻഡെഫിനിറ്റ്ലി. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത്. എത്രയോ ഏരിയ ആണ് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. സ്റ്റാർസ് ബേൺ ഔട്ട് ലീവിങ് എ കോൾഡ് ലൈഫ്ലെസ് കോസ്മോസ്. നമുക്കറിയാം ഈ യൂണിവേഴ്സിൽ നമുക്ക് ചൂടും പ്രകാശവും ഒക്കെ തരുന്നത് സ്റ്റാർസ് ആണ്. അവർ ബേൺ ഔട്ട് ആയിക്കഴിഞ്ഞാൽ, അവർ നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യൂണിവേഴ്സിന് ഒരിക്കലും ചൂടും ഉണ്ടാവില്ല, എനർജി ഉണ്ടാവില്ല അല്ലേ. നമുക്കറിയാം നമ്മളെയൊക്കെ എനർജി തരുന്നത് സൂര്യനാണ്. അപ്പോൾ അത് സൂര്യൻ ബേൺ ഔട്ട് ആയി കഴിഞ്ഞാൽ, നശിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? പിന്നെ സൂര്യൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫും ഉണ്ടാവില്ല, ഭൂമിയിൽ ലൈഫൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലത്തെ ഒരു അവസ്ഥ യൂണിവേഴ്സിന് വരും. കുറേ നക്ഷത്രങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മാർക്സ് ദി എൻഡ് ഓഫ് ദി യൂണിവേഴ്സ്. ദെൻ എനർജി റീച്ചസ് മാക്സിമം എൻട്രോപ്പി, സ്റ്റോപ്പിംഗ് ഓൾ റിയാക്ഷൻസ്. അങ്ങനെ ഇതുപോലെ തന്നെ എല്ലാ റിയാക്ഷൻസും ഇല്ലാതെയാവും. ലെറ്റ്സ് ലുക്ക് ഇൻ ടു അതർ പോസിബിൾ സെനാരിയോസ്. ഇതൊക്കെ തിയറീസ് ആണ്. സയൻറ്റിസ്റ്റുകൾ പറയും ഇങ്ങനെ ആവാം എന്നുള്ളത് പറയുന്നേ ഉള്ളൂ. അവർ പ്രസൻറ്റ് സെനാരിയോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. ബിഗ് റിപ്പ്, എക്സ്പാൻഷൻ ആക്സിലറേറ്റ്സ് ഇൻഫിനിറ്റ്ലി, ടിയറിങ് എപ്പാർട്ട് മാറ്റർ അല്ലേ. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് അവസാനം എല്ലാം കൂടെ അകന്നു പോവുക. വാക്വം ഡീകേ, എ ചേഞ്ച് ഇൻ ദി യൂണിവേഴ്സ് വാക്വം സ്റ്റേറ്റ് റീസെറ്റ്സ് ഫിസിക്സ്. നമുക്കറിയാം വാക്വം സ്റ്റേറ്റിലാണ്, യൂണിവേഴ്സിൻ്റെ ഇടയിൽ ഒന്നുമില്ല, വാക്വം ആണെന്നൊക്കെ നമുക്കറിയാം.
അപ്പം അത് മാറാം. എന്തെങ്കിലും വാതകങ്ങൾ നിറയാം, ഒരു പക്ഷേ വിഷവാതകങ്ങളോ അങ്ങനത്തെ പല കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ വാതകങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ തീ പിടിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയും എന്താണ്, ഇറ്റ് മേ എൻഡ് ദി യൂണിവേഴ്സ്. ബോത്ത് ആർ സ്പെക്കുലേറ്റീവ് ബട്ട് സയൻറ്റിഫിക്കലി ഡിസ്കസ്ഡ്. നമുക്കറിയില്ല ഇങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളത്, പക്ഷേ സയൻറ്റിസ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്. ദി അൺസെർട്ടൻ ഫ്യൂച്ചർ, നമുക്കറിയില്ല, നിശ്ചയമില്ല യൂണിവേഴ്സ് എങ്ങനെയാണ് എൻഡ് ചെയ്യുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. യൂണിവേഴ്സ് ഫേറ്റ് ഈസ് അൺസെർട്ടൈൻ, ഡിപ്പെൻഡ്സ് ഓൺ ഡാർക്ക് മാറ്റർ ആൻഡ് എനർജി. നമ്മൾ പറഞ്ഞു ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും കൂടുമ്പോഴാണ് യൂണിവേഴ്സ് എൻഡ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നക്ഷത്രങ്ങളൊക്കെ ബേൺ ഔട്ട് ആവുന്നു, അത്രയും പെട്ടെന്ന് എൻഡ് ഓഫ് ദി യൂണിവേഴ്സ് മേ ഹാപ്പൻ. അല്ല, അത് കുറേ കാലം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, ദി യൂണിവേഴ്സ് വിൽ എക്സ്പാൻഡ് ഫോർ എവർ. കറൻറ്റ് എവിഡൻസ് ഫേവേഴ്സ് ഇറ്റേണൽ എക്സ്പാൻഷൻ. അതുപോലെ തന്നെ എറ്റേണൽ എക്സ്പാൻഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ യൂണിവേഴ്സ് വലുതായി കൊണ്ടിരിക്കും. സയൻറ്റിഫിക് റിസർച്ച് കണ്ടിന്യൂസ് ടു എക്സ്പ്ലോർ ദീസ് പോസിബിലിറ്റീസ്. അപ്പോൾ എന്തായാലും സയൻറ്റിസ്റ്റുകൾ ഇതിനെപ്പറ്റി പഠനങ്ങൾ നടത്തുന്നുണ്ട്, ഈ പോസിബിലിറ്റിയെ പറ്റിയിട്ടൊക്കെ അവർ ചിന്തിക്കുന്നു. അപ്പോൾ ഈ ഡോക്യുമെൻ്ററി കാണുക വേണം. അതുപോലെ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. എക്സാം മലയാളത്തിലല്ല, ഇംഗ്ലീഷിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇംഗ്ലീഷിലാണ് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.